നമസ്കാരം. തമിഴ്നാട്ടിലെ പ്രശസ്ത യൂട്യൂബറും DMKയുടെ നിശ്ചിത വിമർശകനുമായ സവുക്ക് ശങ്കർ അറസ്റ്റിലായതിനു തൊട്ടു പിന്നാലെ വ്യാപക പ്രതിഷേധങ്ങളാണ് DMKയ്ക്ക് നേരെ തമിഴ്നാട്ടിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തി എന്ന കേസിന്റെ പേരിലാണ് ഇപ്പോൾ ഈ സവുക്ക് ശങ്കറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മെയ് 4-നാണ് തേനിയിൽ നിന്നും ശങ്കറിനെ കോയമ്പത്തൂർ പോലീസിന്റെ സൈബർ ക്രൈം വിഭാഗം അറസ്റ്റ് ചെയ്തത്. ഇപ്പോഴിതാ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിശോധനയ്ക്കായി കൊണ്ടുവരുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകരോട് കോയമ്പത്തൂർ ജയിലിനുള്ളിൽ വെച്ച് താൻ കൊല്ലപ്പെടും എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ശങ്കർ. ശങ്കറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു പരാമർശം തനിക്ക് ജീവന് പോലും ഭീഷണിയുണ്ട് എന്ന തരത്തിലുള്ള ഈ ഒരു പരാമർശം വലിയ തോതിൽ തന്നെ തമിഴകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് സ്റ്റാലിനും DMKയ്ക്കും എതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കുകയാണ് മറ്റ് പാർട്ടികൾ. വിമർശനം ഉന്നയിക്കുന്ന മാധ്യമപ്രവർത്തകരെയും ആക്ടിവിസ്റ്റുകളെയും മറ്റും ജയിലിൽ അടയ്ക്കുന്ന ഒരു പതിവ് അത് DMKയ്ക്കും സ്റ്റാലിനും പണ്ട് മുതൽ തന്നെ ഉള്ളതാണ്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രതിഷേധമുയർത്തിക്കൊണ്ട് യുവാക്കളടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. വിജിലൻസ് ആന്റി കറപ്ഷൻ വിഭാഗത്തിൽ ക്ലർക്കായിരുന്ന ശങ്കർ 2008-ലാണ് ജനശ്രദ്ധ നേടുന്നത്. തമിഴ്നാട്ടിലെ നിയമനിർവഹണ ഏജൻസികളുടെ നിയമവിരുദ്ധമായ ഫോൺ ടാപ്പിംഗ് രീതികൾ തുറന്നുകാട്ടുന്ന ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ടതോടുകൂടിയായിരുന്നു ഇത്. DMK മന്ത്രിയുടെ രാജിയിൽ കലാശിച്ച ഈ വിവാദത്തെ തുടർന്ന് ശങ്കറിനെ സർവീസിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം സൗക്ക് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നതും അതിനുശേഷം DMKയ്ക്കെതിരെ നിശ്ചിതമായ വിമർശനങ്ങൾ തെളിവ് സഹിതം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നതും. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അറസ്റ്റ് നടന്നിരിക്കുന്നതെങ്കിൽ പോലും ഈ അറസ്റ്റിൽ ശങ്കറിന് കാര്യമായ ഭയാശങ്കകളുണ്ട്, ജീവനിൽ പോലും ഭീഷണിയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നൽകുന്ന സൂചന. എന്തായാലും തമിഴകത്ത് ഇപ്പോൾ സ്റ്റാലിനെതിരെയും DMKയ്ക്കെതിരെയും ഈ ഒരു വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.